welcome to You Can. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന 2019 SSC CGL ന്റെ റീസണിംഗ് സെക്ഷൻ പാർട്ട് 3 ആണ്. അതായത് ഇതിന് മുന്നേ 2 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ടോട്ടൽ 10 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഇവിടെ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. 2 വീഡിയോസും ഉണ്ടായിരിക്കും. 7th ക്വസ്റ്റ്യൻ ഇതാണ്. 2 statements are given followed by 3 conclusions numbered 1, 2 and 3. Assuming the statements to be true even if they seem to be at variance with the commonly known facts, decide which of the conclusions logically follows from the statements. So പറഞ്ഞിരിക്കുന്നതാണ് നമുക്ക് 2 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ടാവും. ആ സ്റ്റേറ്റ്മെന്റ്സ് ചിലപ്പോൾ നമുക്ക് ലോജിക്കലി നമുക്കത് ശരിയാണെന്ന് തോന്നണമെന്നില്ല. ഒട്ടും ലോജിക്കില്ലാത്ത 2 സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കും. പക്ഷേ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്നുള്ള ഒരു അസംഷനിൽ വേണം നമ്മൾ പോകാൻ. തന്നിരിക്കുന്ന എത്ര ലോജിക്കില്ലാത്ത സ്റ്റേറ്റ്മെന്റ് ആയാലും അത് കറക്റ്റ് ആണെന്ന് വിചാരിച്ചുകൊണ്ട് തന്നിരിക്കുന്ന കൺക്ലൂഷൻസിൽ ഏത് കൺക്ലൂഷനാണ് കറക്റ്റ് എന്ന് ചൂസ് ചെയ്യണം. സോ ഇവിടെ നമുക്ക് ഏതൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോ ക്രോ ഈസ് എ ബേർഡ്. ഓക്കെ, അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒട്ടും ലോജിക്കില്ലാത്ത പോലെ തോന്നുന്നുണ്ട് അല്ലേ. നോ ക്രോ ഈസ് എ ബേർഡ്, കാക്കയൊന്നും പക്ഷിയല്ല. അപ്പോൾ ഒട്ടും ലോജിക്കില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് കറക്റ്റാണ്, സത്യമാണ് എന്ന് വിചാരിച്ച് വേണം നമുക്ക് പോവാൻ. അടുത്തത് തന്നിരിക്കുന്നത് ഓൾ ബേർഡ്സ് ആർ എനിമൽസ്. എല്ലാ ബേർഡ്സും എനിമൽസ് ആണ്. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഒന്ന് ജസ്റ്റ് ബോർഡിൽ എഴുതാം. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് നോ ക്രോ ഈസ് എ ബേർഡ് എന്നാണ്. അതായത് ഇതാണ് ക്രോ എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഇതായിരിക്കും ബേർഡ് അല്ലെ. കാരണം പറഞ്ഞിരിക്കുന്നത് എന്താ? നോ ക്രോ ഈസ് എ ബേർഡ്. ബേർഡ് ഒന്നും ക്രോ അല്ല, ക്രോ ഒന്നും ബേർഡ് അല്ല. അതായത് അവർ തമ്മിൽ ഇന്റർസെക്ഷൻ ഒന്നുമില്ല. ക്രോ വേറെയാണ്, ബേർഡ് വേറെയാണ്, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവർ തമ്മിൽ ഇന്റർസെക്ഷൻ ഒന്നുമില്ല. അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. നോ ക്രോ ഈസ് എ ബേർഡ്. ക്രോകളൊന്നും ബേർഡ് അല്ല, അവർ തമ്മിൽ ഇന്റർസെക്ഷൻ ഉണ്ടാവില്ല. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താ തന്നിരിക്കുന്നത്? ഓൾ ബേർഡ്സ് ആർ എനിമൽസ്. എല്ലാ ബേർഡ്സും എനിമൽസ് ആണ്. അപ്പൊ ഇവിടെ 2 പോസിബിലിറ്റി ഉണ്ട് അല്ലെ. ഓൾ ബേർഡ്സ് ആർ എനിമൽസ് എന്ന് പറയുമ്പോൾ ഒന്നിങ്ങനെ ഫിഗർ ഇങ്ങനെ വരാം. ഓക്കെ, ബേർഡ്സ് എല്ലാം അനിമൽസിന്റെ അകത്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ആക്ച്വലി സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നത്. ഓൾ ബേർഡ്സ് ആർ അനിമൽസ് എന്ന് പറഞ്ഞാൽ എല്ലാ ബേർഡ്സും അനിമൽസിന് ഉള്ളിലാണ് വരിക അല്ലെ. ബേർഡ്സ് എല്ലാം അനിമൽസ് ആണ്. പക്ഷേ ഇവിടെ വേറൊരു പോസിബിലിറ്റി ഉണ്ട്. ക്രോ അനിമൽസിന്റെ അകത്താണോ ഇല്ലേ എന്ന് പറഞ്ഞിട്ടില്ല. എല്ലാ ബേർഡ്സും അനിമൽസ് ആണ്, പക്ഷെ എല്ലാ ക്രോവും അനിമൽ ആണോ അത് നമുക്ക് അറിയേയില്ല. ഈ ക്രോ ഇതുപോലെ പുറത്ത് നിൽക്കുമോ അതോ ഈ ക്രോ ഇവിടെ വേറൊരു സെക്ഷൻ ആയിട്ട് വരുമോ എന്നുള്ളത് നമുക്കറിയില്ല. ഇവിടെ 2 പോസിബിലിറ്റി ഉണ്ട്. ഒന്നെങ്കിൽ നോ ക്രോ ഈസ് അനിമൽ, ഒരു ക്രോവും അനിമൽ അല്ല, അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. അതേസമയം ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്, ക്രോസ് ആർ അനിമൽസ്. നമുക്ക് ആകെ കൂടി ക്രോവും ബേർഡും സെയിം അല്ല, ക്രോസ് എല്ലാം ബേർഡ് അല്ല എന്ന് തന്നിട്ടുണ്ട്, ബേർഡ്സ് എല്ലാം അനിമൽസിന്റെ അകത്ത് വരുന്നു തന്നിട്ടുണ്ട്. ഇത്രേ തന്നിട്ടുള്ളൂ. അപ്പൊ ഈ ഒരു 2 ഫിഗറിന്റെ കാര്യത്തിൽ നമുക്ക് ഒന്നും തന്നെ അറിയില്ല. ഇനി നമുക്ക് കൺക്ലൂഷൻസ് നോക്കാം. ഏതൊക്കെയാണ് നമ്മുടെ കൺക്ലൂഷൻസ് തന്നിരിക്കുന്നതെന്ന് നോക്കാം. നോക്കാം. സോ ഫസ്റ്റ് കൺക്ലൂഷൻ പറഞ്ഞിരിക്കുന്നത് സം അനിമൽസ് ആർ ക്രോസ് എന്നാണ്. സം അനിമൽസ് ആർ ക്രോസ്. നമുക്കറിയില്ല, അങ്ങനെ ഒരു കാര്യം നമുക്ക് പറഞ്ഞിട്ടില്ല അല്ലെ. ഇപ്പോ ഈ ക്രോ ഇതിനകത്താണ് വരണമെന്നുണ്ടെങ്കിൽ കാര്യം ശരിയാണ്, സം അനിമൽസ് ക്രോസ് ആണ്. പക്ഷെ ഈ ഫിഗർ ആണ് കറക്റ്റ് എന്നുണ്ടെങ്കിൽ, അതേസമയം ഈ ക്രോ ഇവിടെ ഇല്ല, ക്രോ പുറത്താണ്, ഇവിടെയാണെന്നുണ്ടെങ്കിൽ സം അനിമൽസ് ആർ ക്രോസ് എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം ഇതിന്റെ അർത്ഥം എന്താ? നോ ക്രോസ് ആർ അനിമൽസ് എന്നാണ്. ഈ ഫിഗർ ഇവിടെ അല്ല, പുറത്താണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നോ ക്രോസ് ആർ അനിമൽസ് എന്നാണ്. അപ്പോൾ ഈ കേസിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല, കാരണം ഇതിനെപ്പറ്റി ഇവിടെ ഒരു എക്സ്പ്ലനേഷൻ തരാത്ത കാരണം ഫസ്റ്റ് കൺക്ലൂഷൻ കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. സെക്കൻഡ് കൺക്ലൂഷൻ സം അനിമൽസ് ആർ ബേർഡ്സ്, അത് കറക്റ്റ് ആണ് അല്ലെ. അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ബേർഡ്സ് അനിമൽസിനകത്താണ് വരണേന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? സം അനിമൽസ് ആർ ബേർഡ്സ്. അപ്പൊ സെക്കൻഡ് കൺക്ലൂഷൻ കറക്റ്റ് ആണ്, അത് നമുക്ക് ഉറപ്പിക്കാം. ഇനി തേർഡ് കൺക്ലൂഷൻ എന്ന് പറയുന്നത് നോ അനിമൽ ഈസ് എ ക്രോ. നോ അനിമൽ ഈസ് എ ക്രോ, അതും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതാണ് ഫിഗർ എന്നുണ്ടെങ്കിൽ കറക്റ്റ് ആണ്. നോ ക്രോ ഈസ് എ എനിമൽ. ക്രോ എനിമലിന് പുറത്താണ്, അപ്പൊ നോ ക്രോ ഈസ് എനിമൽ എന്ന് പറയാം. പക്ഷെ ഇൻ കേസ് ഇതാണ് നമ്മുടെ ഫിഗർ എന്നുണ്ടെങ്കിലോ ഇതിനെപ്പറ്റി നമുക്ക് അറിയില്ല. ഈ ക്രോ പുറത്ത് വരും അകത്ത് വരും നമുക്ക് അറിയില്ല. സോ തേർഡ് ഓപ്ഷൻ നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ സെക്കൻഡ് കൺക്ലൂഷൻ എന്തായാലും കറക്റ്റ് ആണെന്ന് നമുക്കിത് കിട്ടി. ഇനി നമുക്ക് 4 ഓപ്ഷൻസും ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് ഓൺലി കൺക്ലൂഷൻസ് 1 and 3 ഫോളോ.
ത്രീയുടെ കാര്യം നമുക്ക് ഒരു ഉറപ്പില്ല. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണ്. കാരണം 1 and 3 ഫോളോസ്. 3 ഫോളോ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 1 ഫോളോ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സെക്കൻഡ് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് എന്തായാലും പറയാം. സോ സെക്കൻഡ് ഓപ്ഷൻ എന്താണ്? നൺ ഓഫ് ദ കൺക്ലൂഷൻ ഫോളോസ്. അത് തെറ്റാണ്. കാരണം സെക്കൻഡ് കൺക്ലൂഷൻ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ ഇവിടെ തെറ്റാണ്. തേർഡ് ഓപ്ഷൻ ഓൺലി കൺക്ലൂഷൻ തേർഡ് ഫോളോസ്. അതും തെറ്റാണ്. കാരണം ഇവിടെ ഓൾറെഡി സെക്കൻഡ് കൺക്ലൂഷൻ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ 3 ഓപ്ഷൻ നമുക്ക് ഓൾറെഡി തെറ്റാണെന്ന് കിട്ടി. ഫോർത്ത് ഓപ്ഷൻ നോക്കൂ, കൺക്ലൂഷൻ 2 ആൻഡ് ഐദർ കൺക്ലൂഷൻ 1 or 3 ഫോളോ. അത് കറക്റ്റ് ആണ് അല്ലേ? കാരണം ലാസ്റ്റ് ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കൺക്ലൂഷൻ 2 ശരിയാണ്. അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കൺക്ലൂഷൻ 2 ശരിയാണ്. പിന്നെ കൺക്ലൂഷൻ 1 or 3 ഇതിൽ ഏതെങ്കിലും ഒന്ന് കറക്റ്റ് ആവുന്നു. അതെപ്പോഴാണ്? ഈ ക്രോ ഇതിനകത്താണ് വരണമെന്നുണ്ടെങ്കിൽ കൺക്ലൂഷൻ 1 കറക്റ്റ് ആവും. ഈ ക്രോ ഇത് പുറത്താണ് വരണമെന്നുണ്ടെങ്കിൽ കൺക്ലൂഷൻ 3 കറക്റ്റ് ആവും. അപ്പോൾ സെക്കൻഡ് കൺക്ലൂഷൻ എന്തായാലും കറക്റ്റ് ആണ്. പിന്നെ 1 or 3 ഏതെങ്കിലും ഒന്ന് കറക്റ്റ് ആണ്. സോ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ലാസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. കൺക്ലൂഷൻ 2 ആൻഡ് ഐദർ കൺക്ലൂഷൻ 1 or 3 ഫോളോസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. D is son of C and brother of E and E is niece of F. C is sister of B and aunt of A. The father of B has 2 children, that is 1 son and 1 daughter. If A is son of F, then how F is related to C? ആകെ കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണല്ലേ. നമുക്ക് ആദ്യം ഇതിനെ പിക്ചറൈസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നോക്കാം എന്താണ് സംഭവം. എഫും സിയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നിട്ടുള്ള കാര്യങ്ങളൊന്ന് പിക്ചറൈസ് ചെയ്യാം. ഫസ്റ്റ് തന്നിരിക്കുന്നത് എന്താണ്? ആദ്യം പറഞ്ഞിട്ടുണ്ട് ഡി ഈസ് സൺ ഓഫ് സി. അപ്പോൾ ഇതാണ് സി. സിയുടെ സൺ ആണ് ആര്? ഡി. അപ്പോൾ സിയുടെ സൺ ആണ് ഡി. അപ്പോൾ സി എന്ന് പറയുന്നത് അമ്മയാണോ അച്ഛനാണോ എന്നുള്ളത് നമുക്ക് അറിയില്ല. പക്ഷെ ഡിയുടെ പാരന്റ് ആണ് സി എന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ അച്ഛനാണോ അമ്മയാണോ എന്നുള്ളത് പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ സിയുടെ മകനാണ് ഡി എന്ന് കിട്ടി. അപ്പോൾ ഡി ഒരു ആണാണെന്നുള്ളത് കാര്യം പറഞ്ഞിട്ടുണ്ട്. കാരണം സൺ ആണ്, ഡോട്ടർ അല്ല. പിന്നെ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഡി ഈസ് ബ്രദർ ഓഫ് ഇ. സോ ഡി ഇയുടെ ബ്രദർ ആണ് മീൻസ് എന്താണ്? ഈ സിയുടെ സണ്ണോ അല്ലെങ്കിൽ ഡോട്ടറോ അല്ലേ? കാരണം ഇയുടെ ബ്രദർ ആണ് ഡി. ദാറ്റ് മീൻസ് ഇവര് രണ്ടുപേരും ഒന്നെങ്കിൽ സിസ്റ്റർ ആൻഡ് ബ്രദർ അല്ലെങ്കിൽ 2 ബ്രദേഴ്സ് ആണ്. സോ സിയുടെ 2 മക്കളാണ് ഡി ആൻഡ് ഇ എന്നുള്ളതാണ് ആദ്യത്തെ 2 സ്റ്റേറ്റ്മെന്റിൽ നിന്ന് കിട്ടിയത്. ഇ ഈസ് നീസ് ഓഫ് എഫ്. അടുത്ത സെന്റൻസ് പറഞ്ഞിരിക്കുന്നത് ഇ ഈസ് നീസ് ഓഫ് എഫ്. അപ്പൊ ഇവിടെ ആരോ എഫ് ഉണ്ട്. എഫിന്റെ നീസ് ആണ് ഇ. ഓക്കെ, നീസ് എന്ന് പറയുന്നത് ആരാണ്? മരുമകളാണ്. സോ നമുക്ക് ഇ എന്ന് പറയുന്നത് എന്തായാലും പെൺകുട്ടിയാണെന്ന് കൂടി ഇവിടുന്ന് മനസ്സിലാക്കി. ഡി എന്തായിരുന്നു? ആൺകുട്ടിയായിരുന്നു. ഇയുടെ ബ്രദർ ആയിരുന്നു ഡി. സോ ഈ ഒരു പെൺകുട്ടിയാണെന്ന് കൂടി നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി. കാരണം എഫിന്റെ നീസ് ആണ് ഇ. ഓക്കെ, അടുത്ത സെന്റൻസ് പറഞ്ഞിരിക്കുന്നത് സി ഈസ് സിസ്റ്റർ ഓഫ് ബി. ഇപ്പോൾ ബി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. സി ബിയുടെ സിസ്റ്റർ ആണ്. അതുപോലെ എയുടെ ഓണ്ട് ആണെന്ന് കൂടിയും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സി എന്ന് പറയുന്നത് എയുടെ ഓണ്ട് ആണ്. ഓക്കെ, അടുത്ത സെന്റൻസ് പറഞ്ഞിരിക്കുന്നത് ദ ഫാദർ ഓഫ് ബി ഹാസ് 2 children. സോ ഇതാണ് ഫാദർ. ബിയുടെ ഫാദറിന് 2 മക്കളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു സണ്ണും ഒരു ഡോട്ടറും. അപ്പൊ നമുക്കറിയാം ബിയുടെ സിസ്റ്റർ ആണ് സി എന്നുള്ളത്. അപ്പോൾ ഇതാണ് സി എന്ന് പറയുന്നതാണ് ഡോട്ടർ, ബി എന്ന് പറയുന്നതാണ് സൺ. ഈ ഫാദറിന്റെ 2 മക്കളാണ് ബിയും സിയും. അടുത്ത് ലാസ്റ്റ് സെന്റൻസ് പറഞ്ഞിരിക്കുന്നത് ഇഫ് എ ഈസ് സൺ ഓഫ് എഫ്. അതായത് എ എന്ന് പറയുന്നത് എഫിന്റെ സൺ ആണെങ്കിൽ എഫും സിയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ ആദ്യം പറഞ്ഞിട്ടുണ്ട് എയുടെ ഓണ്ട് ആണ് സി എന്ന്. അതേസമയം എ എന്ന് പറയുന്നത് എഫിന്റെ മകനുമാണ്. അപ്പോൾ ഈ ബി എന്ന് പറയുന്നത് ആരാണ്? ബിയുടെ സിസ്റ്റർ ആണ് സി ആൻഡ് എയുടെ ഓണ്ട് ആണ് സി എന്ന് പറയുമ്പോൾ ഇവര് തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും? ബിയുടെ സൺ ആയിരിക്കും എ അല്ലേ? അതുകൊണ്ടാണല്ലോ ദ ബ്രദറിന്റെ
മകനാണ്, ബ്രദറിന്റെ മകന്റെ ഓൺട്ട്. ഓക്കെ, സോ ബിയുടെ സൺ ആണ് എ, ഒപ്പം എഫിന്റെ സൺ ആണ് എ. ഈ ബി എന്ന് പറയുന്നത് മെയിൽ ആണ്, അപ്പൊ എഫ് എന്തായിരിക്കും? ഫീമെയിൽ ആയിരിക്കും. അതായത് ഈ ബിയുടെ വൈഫാണ് എഫ്. സോ ക്വസ്റ്റ്യൻ എന്താണ്? സിയും എഫും തമ്മിലുള്ള റിലേഷൻ ആണ്. അതായത് ബ്രദറിന്റെ, സിയുടെ ബ്രദറിന്റെ വൈഫാണ് എഫ്. സോ അവർ തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും? സിസ്റ്റർ ഇൻ ലോ ആയിരിക്കും. സിയുടെ ബ്രദറിന്റെ വൈഫാണ് എഫ്. സോ അവരുടെ തമ്മിലുള്ള റിലേഷൻ സിസ്റ്റർ ഇൻ ലോ. അതായത് ഓപ്ഷൻ 3 ആയിരിക്കും നമ്മുടെ ആൻസർ.